ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വറുത്തരച്ച കോഴിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പികൾ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യൽ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടിയിലോട്ട് ഒരു 2 മുറി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ മുറിയാണ്, അതുകൊണ്ടാണ് 2 ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലിയ മുറിയൊക്കെ ആണെങ്കിൽ 1 മതി. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാതെ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നമുക്കൊരു 5-6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനപ്പോൾ അത് അവസാനമാണ് ചേർത്തിട്ടുള്ളത്, ഞാൻ മറന്നുപോയതുകൊണ്ടാണ്. ഈ സമയത്ത് നമ്മൾ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 5 വറ്റൽമുളകും കൂടെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ തേങ്ങ വറുത്ത് കിട്ടും. നന്നായിട്ട് വറുത്ത് വരുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർക്കുവാണ്. അത് ആദ്യമേ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വറുത്ത് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മല്ലിയായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കണം, എന്നാലാണ് നന്നായിട്ട് വറുത്ത് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ആദ്യമേ തേങ്ങ ചേർക്കുന്നതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സർ ജാറിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് അടിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ചധികം ചെറിയുള്ളി ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ഞാൻ ഇതിൽ ചെറിയുള്ളി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബാക്കി സവാള ചേർക്കുന്നത്. എപ്പോഴും വറുത്തരച്ച കറിയൊക്കെ വെക്കണ സമയത്ത് ചെറിയുള്ളി തന്നെ ഉപയോഗിക്കുക. അതാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കറിക്ക് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ബാക്കി സവാളയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാളക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടുതലായിട്ടുണ്ടെങ്കിൽ സവാളയിലേക്ക് പിടിക്കും. അപ്പോൾ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതിന് ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാനൊരു 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ തക്കാളിയിലോട്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ആ മിക്സഡ് ജാറിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് എന്തോരം ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ വേവാനുള്ള വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 1 സ്പൂൺ ഗരം മസാലയും ബാക്കി മീറ്റ് മസാല ഒരു 2-3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഗരം മസാല മാത്രം ചേർക്കണം എന്നാണെങ്കിൽ ഒരു 2 സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാല അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുത്തായിരിക്കും.
അല്ല ഇതുപോലെ മീറ്റ് മസാലയും മിക്സ് ചെയ്തിട്ടാണെങ്കിൽ കുറച്ച് ഗരം മസാലയും ബാക്കി മീറ്റ് മസാലയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ചേർക്കാറ്. കൂടുതലായിട്ട് മീറ്റ് മസാലയാണ് ചേർക്കാറ്. ഗരം മസാല ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചിക്കൻ്റെ പീസുകൾ പറക്കിയെടുത്ത് കൊടുക്കാം. നമ്മൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കൻ്റെ പീസ് മുഴുവനും ചേർത്ത് കൊടുക്കുക. അത് വേവാനായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക. രണ്ടാമത് ഇതിലോട്ട് വെള്ളം ചേർക്കരുത്. അപ്പോൾ ഇത് ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ മൺചട്ടിയിലൊക്കെ വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് വലിയ മൺചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു പാനിൽ ഉണ്ടാക്കുന്നത്. നമുക്കിനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി തിളച്ച് വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ് എപ്പോഴും കറിക്ക് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് ഇതിലെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റണം. അപ്പോൾ ഈ ഒരു പരുവത്തിനൊക്കെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകും. നമ്മൾ വറുത്തരച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറുകി കിട്ടും. ഇപ്പോഴത്തെ ഈ കറിയുടെ ഒരു ലൂസ് നമ്മൾ നോക്കണ്ട. ഈ ഒരു പരുവത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നാലാണ് നന്നായിട്ട് കുറുകി നമുക്ക് കിട്ടുള്ളൂ കറി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കറിക്ക് ചെയ്യേണ്ടത്. തേങ്ങ വറുത്തെടുക്കേണ്ട ആ ഒരു സമയം മാത്രം കൂടുതലായിട്ട് വേണ്ടുള്ളൂ. ബാക്കിയെല്ലാം സിമ്പിളാണ്. അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് ഈ കറി. അപ്പം നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെയും പത്തിരിയുടെയും കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ആയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് തരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യൽ ഫ്രീ ആണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നാടൻ വിഭവങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ ബൈ. താങ്ക് യു.